ലാസ്റ്റ് ആയത്താണ് സൂറത്തുൽ മുൽക്കിലെ. ഖുൽ നബിയെ തങ്ങൾ പറയുക, അറഅയ്തും, നിങ്ങള് എന്താണ് കരുതുന്നത്? അതിന്റെ ഉദ്ദേശമാണ് അറഅയ്തും നേരെ പറഞ്ഞാൽ നിങ്ങൾ കാണുന്നില്ലേ എന്നാണ്. അപ്പൊ നിങ്ങളെ അഭിപ്രായം എന്താ? നിങ്ങൾ എങ്ങനെയാണ് ഇത് കാണുന്നത്? ഇൻ അസ്ബഹ മാഉകും, നിങ്ങൾക്കൊക്കെ കിട്ടുന്ന വെള്ളം ആയാൽ ഗൗറ, വറ്റി വരണ്ടു പോയാൽ, അടിയിലേക്ക് വലിഞ്ഞാണ്ട് പോയാൽ, ഫമൻ, ആരാണ് യതീക്കും നിങ്ങൾക്ക് കൊണ്ടുവരുന്നത്, ബിമാഇൻ മഈൻ, പിന്നെ നിങ്ങൾക്ക് കുടിക്കാൻ പറ്റുന്ന ഉറവ വെള്ളം നിങ്ങൾക്ക് ആരാണ് കൊണ്ടുവരുന്നത് എന്നൊരു ചോദ്യമാണ്. വല്ലാത്തൊരു ചോദ്യമാണ് അള്ളാഹു ചോദിച്ചത്. ഭൂമിയിൽ മനുഷ്യന്റെ നിലനിൽപ്പിന് അത്യാവശ്യമുള്ള ഒരു ഘടകമാണ് വെള്ളം. ഭക്ഷണത്തിനേക്കാൾ പ്രധാനമാണ് വെള്ളം. അല്ലെങ്കിൽ പിടിച്ചിക്കാൻ പറ്റൂല. ഇന്നലെ ഞാൻ കർണാടകയിലായിരുന്നു എനിക്ക് പരിപാടി. ട്രെയിനിൽ നിന്ന് വെള്ളം മാത്രമേ കുടിച്ചോളൂ. ഭക്ഷണം ട്രെയിനിൽ നിന്ന് കിട്ടും, ഞാൻ ട്രെയിനിൽ നിന്ന് ഭക്ഷണം കഴിക്കില്ല. ഉച്ചയൂണ് ഞാൻ കഴിച്ചിട്ടില്ല. ഒരു ബോട്ടിൽ വെള്ളം, അത് അവിടെ എത്തിയപ്പോഴേക്ക് സംഗതി തീർന്നു. ഒരു വിഷമമുണ്ടായിട്ടില്ല. വെള്ളമാണ് ചെന്നാ മതി. നേരെ മറിച്ച് ഭക്ഷണത്തിന്റെ 1-2 പൊതി കയ്യിൽ വെച്ച് വെള്ളം ഇല്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഭക്ഷണം കഴിച്ചു, വെള്ളം കിട്ടിയില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? പിടിച്ചേക്കാൻ പറ്റൂല. ഭക്ഷണം ഇല്ലാതെ വെള്ളം കൊണ്ട് പിടിച്ചേക്കാം, ദിവസങ്ങൾ പിടിച്ചേക്കാം. പക്ഷെ വെള്ളമില്ലാതെ ഭക്ഷണം കൊണ്ട് ഒരു ദിവസം പോലും പിടിച്ചേക്കാൻ പറ്റൂല. അപ്പൊ ജീവന്റെ നിലനിൽപ്പിന്റെ അത്യാവശ്യമുള്ളൊരു ഘടകമാണ് വെള്ളം എന്നത്. ആ വെള്ളം തന്നെ നിങ്ങൾ നോക്കൂ. വെള്ളം മേലെ നിന്നാണ് വരുന്നത്, അടിയിൽനിന്നാണ് പോണത്. കടലിൽ നിന്ന് അങ്ങോട്ട് കേറണം, ഉപ്പുവെള്ളം, എന്നിട്ട് നല്ല വെള്ളമായിട്ട് ഇങ്ങോട്ട് തരികയാണ്. സുബ്ഹാനല്ലാഹ്. മേലേക്ക് കയറുന്നത് ഉപ്പാണല്ലോ, താഴേക്ക് വരുന്നത് ശുദ്ധവെള്ളം. നമ്മൾ സാധാരണ കരട് അരിക്കാൻ വേണ്ടി അരിപ്പെടുക്കണമായിരുന്നു, എന്നിട്ടല്ല പൊടിയും ഇതൊക്കെ ദോശ വിടല്. താഴേക്ക് വരുന്ന മഴയും ഉപ്പാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? മാത്രമല്ല, ഭൂമിയിൽ പാർക്കുന്ന എല്ലാവർക്കും ഒരുപോലെയല്ല വെള്ളം ആണോ? ഒരുപോലെയല്ല. നമ്മളെ നാട്ടിൽ മഴ ചെയ്യുമ്പോലെ UAE പെയ്താൽ എന്തായിരിക്കും അവസ്ഥ? നമ്മളെ നാട്ടിൽ പെയ്യുന്ന അതേപോലെ സൗദിയിൽ പെയ്താൽ എന്തായിരിക്കും അവസ്ഥ? അപ്പൊ ഓരോ സ്ഥലത്ത് ഇത്ര അളവിൽ എന്ന് കണക്കാക്കിയിട്ട് തരുന്ന പടച്ചോനാണല്ലോ. എവിടെ കളിച്ചാലും വെള്ളല്ലേ? ആ വെള്ളത്തിനെ കുറിച്ചാണ് അള്ളാഹ് പറയുന്നത്. എവിടെ കളിച്ചാലും വെള്ളം. അതിന്റെ അടിയിൽ ആരാണ് ഈ വെള്ളം തന്നത്? എന്തെടുത്ത് പിഴിഞ്ഞാലും വെള്ളമാണ്. ഇളനീരിൽ വെള്ളമാണ്, ബത്തക്കയില് വെള്ളമാണ്, ആപ്പിളില് വെള്ളമാണ്, മുന്തിരിയില് വെള്ളമാണ്. ഈ പള്ളിക്കാട്ട് പോയിട്ട് എന്ത് കമ്പെടുത്തിട്ട് പിഴിഞ്ഞോക്കാണ് അതിനൊക്കെ നീരാ വരിക. കടലില് മൊത്തം വെള്ളമാണ്. ആദ്യം ശുദ്ധവെള്ളമായിരുന്നു എന്നാണ്, പിന്നെ കടലൊരു കൊല നടന്നു. സൂറത്തുൽ ഗഫിൽ പറഞ്ഞിട്ടുണ്ട്, യഖൂന കുല്ല സഫീനത്തിൻ ഗസ്ബ, കടൽ കൊള്ളക്കാര് ഒരാളെ കൊന്നപ്പോ ആ കളറ്, രക്തത്തിന്റെ കളറ് കടലിൽ തട്ടി എന്നാണ് ഉപ്പുവെള്ളം ആയത് എന്ന് ചില കിതാബിലുണ്ട്. ദഹറൽ ഫസാദ് ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് ഐദിൻ നാസ് എന്ന ആയത്തിന്റെ തഫ്സീറിൽ. വെള്ളം, കടലിലെ വെള്ളം ഉപ്പുവെള്ളം ആയതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടോ? അവിടാണ് സുഖമുള്ളത്. കാരണം എന്ത് ചത്താലും അതിനെ പെട്ടെന്ന് ലയിപ്പിക്കും ഉപ്പ്. അതാ കടലിൽ എന്തെല്ലാം സാധനങ്ങൾ ചത്തൊടുക്കണ്ട്. വലിയ വലിയ തിമിങ്ങലൊക്കെ ചാകുന്നില്ലേ? അങ്ങനെ ഒരു 100-100 ഒരു ദിവസം ചത്താല് സ്മെല്ലോണ്ട് നിൽക്കാൻ പറ്റുമോ? കരയിലുള്ള ആളുകൾക്ക് ഉപ്പല്ലേ രക്ഷപ്പെടുത്തുന്നത്. സുബ്ഹാനല്ലാഹ്. അള്ളാന്റെ ഒരു പണി. ഒറ്റ വെള്ളത്തുമ്മല് എന്തെല്ലാം പണിയാണ് അള്ളാഹു ചെയ്യുന്നത്. കിണറ് നമ്മള് ധൈര്യമായിട്ട് കുഴിക്കണ എന്താ? കുറച്ച് അടിപോയ വെള്ളം കിട്ടുന്നുള്ള ധൈര്യത്തിനല്ലേ? അപ്പൊ അടിയിൽ വെള്ളമുള്ളതുകൊണ്ടല്ലേ? പാറ പൊട്ടിയാല് വെള്ളം വരും. ഉറവ വെള്ളത്തിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. പ്രത്യേകിച്ച് ഗാറ യഗൂറു എന്ന് വരുന്നതാണ് ഗൗറ്. ആ കിട്ടണ വെള്ളം താഴേക്ക് വറ്റിപ്പോയാൽ, അപ്പൊ അടിയിൽ നിങ്ങൾ എവിടെ കിണറ് കളിച്ചാലും വെള്ളം കിട്ടാതെ വന്നാൽ, മേലെ നിന്നുള്ള മഴ അല്ലാഹു തആല ബ്ലോക്ക് ചെയ്താൽ, പിന്നെ ആരാടോ നിങ്ങൾക്ക് വെള്ളം കുടിക്കാൻ തരുക? വല്ലാത്തൊരു ചോദ്യല്ലേ? വല്ലാത്തൊരു ചോദ്യമാണല്ലേ? അണ്ണാക്കൊക്കെ കൊടുക്കണ ചോദ്യല്ലേ?
ഫമൻ ആരാണ് എത്തിക്കും നിങ്ങൾക്ക് തരിക മായും മഴയും. നിങ്ങൾക്ക് ഉറവ വെള്ളം ഉണ്ടല്ലോ, നമ്മള് സാധനം പറയണ്ട് ആ നിർത്തിക്കാളിയോ നമ്മള് ഉറവാണല്ലേ ഉണ്ട് അല്ലെ, ഉറവുണ്ടെന്ന് പറയും. അങ്ങനെ പറയില്ലേ? നമ്മൾ കളക്കുമ്പോ ഉറവുണ്ടെങ്കിൽ നിർത്തിക്കാളി എന്ന് പറയും. അതിനെ കുറിച്ചാണ് അള്ളാഹ് ആ ഉറവില്ലെങ്കിൽ നിങ്ങൾ എന്താ കാട്ടുക, അതാണ് അള്ളാഹ് ചോദിക്കുന്നത്. ആ ഉറവില്ലെങ്കിൽ നിങ്ങൾ എന്താ കാട്ടുക, ആരാ നിങ്ങൾക്ക് തരികയെന്ന്. സുബ്ഹാനല്ലാഹ്, ആരും തരാനില്ല, പഠിച്ചവനല്ലാതെ ആരും തരാനില്ല. എന്റെയൊക്കെ ചെറുപ്പത്തില് വലിയ വലിയ പ്രായമുള്ള ആദർശേരി മുസ്ലിയാരെ പോലെയുള്ള പ്രായമുള്ള വലിയ വലിയ ഉലമാ ഇങ്ങനെ പഴയ കാലത്ത് വളരുമ്പോ നമ്മളൊക്കെ മദ്രസ പഠിക്കുന്ന കാലത്ത് ഇങ്ങനെ പറഞ്ഞിരുന്നു, ഒരു കാലത്ത് കുടിവെള്ളം പോലും പൈസ കൊടുത്ത് വാങ്ങേണ്ടിയിരുന്നു. അപ്പൊ ഞങ്ങൾ മദ്രസയിൽ പോണ കുട്ടികൾ ഇങ്ങനെ വിവരമില്ലാത്ത ഉസ്താദ്മാരെന്ന് ഇങ്ങനെ ഉള്ളിൽ കരുതിയിരുന്നു. കാരണം കുടിവെള്ളം യഥേഷ്ട എവിടുന്ന് കിട്ടുന്ന വെള്ളം പൈസ കൊടുത്ത് വാങ്ങുക. ഇപ്പൊ പൈസ കൊടുത്ത് വാങ്ങണില്ലേ? ഞാൻ ഇന്നലെ കുടിക്കാൻ വെള്ളം പൈസ കൊടുത്തിട്ട് വാങ്ങിയത്. എല്ലായിടത്തും വെള്ളം തൂങ്ങണ കാലായില്ലേ? വെള്ളത്തിന്റെ ഒരു മാത്രം നോക്കാൻ നിങ്ങള് ഇത് തൂങ്ങണൊക്കെ അടിയിൽ നിന്ന് കിട്ടിയിട്ടല്ലേ? ഈ സാധനം കണ്ട് ബന്ധായാൽ നിങ്ങൾ എന്താ ചെയ്യാന്ന് അള്ളാഹ് ചോദിച്ചാല് അതൊരു ഒന്നൊന്നര ചോദ്യമാണ്. ഫമൻ പിന്നെ ആരാ എത്തിക്ക് നിങ്ങൾക്ക് കൊണ്ടുവന്നരിക ബിമായി മഈ, ഉറവ് വെള്ളം നിങ്ങൾക്ക് ആരാണ് കൊണ്ടുവന്നു തരിക? ഇല്ല റബ്ബേ, നീ അല്ലാതെ വെള്ളം തരാൻ ആരുമില്ല. സൂറത്തുൽ മുൽക്ക് തുടങ്ങിയതേ അധികാരം അവന്റെ കയ്യിലാന്ന് പറഞ്ഞിട്ടാണ്. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. സകല അധികാരവും അവന്റെ കയ്യിൽ മാത്രമാണെന്ന് പറഞ്ഞുകൊണ്ട് ആ സൂറത്ത് ആരംഭിച്ചത്. അവസാനിപ്പിക്കുന്നതാ അവന്റെ അധികാരം വെച്ചിട്ട് വെള്ളം കണ്ട് തടഞ്ഞാൽ ആരാടാ നിങ്ങൾക്ക് വെള്ളം കൊണ്ടുവന്നിരാന്ന് ചോദിച്ചാണ്ട് അതിന്റെ അടിയിലെ മറ്റു കാര്യങ്ങളൊക്കെ സ്വർഗം നരകമൊക്കെ കൈകാര്യം ചെയ്തത്. അധികാരം മൊത്തം റബ്ബിന്റെ കയ്യിലാന്ന് പറഞ്ഞിട്ടാണ് ഇത് തുടങ്ങുന്നത്. മൊത്ത അധികാരം. ലാസ്റ്റ് മനുഷ്യന് ജീവന്റെ നിലനിൽപ്പിന് പ്രധാനമായ വെള്ളം ആ അധികാരി തടഞ്ഞാൽ ആരാ നിങ്ങൾക്ക് കൊണ്ടുവരിക എന്ന് മറ്റൊരു അധികാരി ഉണ്ടോ എന്ന് ചോദിച്ചിട്ടാണ് അവസാനിപ്പിക്കുന്നത്. അതിന്റെ ഇടയിലാണ് മറ്റുള്ള വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്തത്. ഇത് വല്ലാത്തൊരു സൂറത്താണ്. ഇന്നലെ പറഞ്ഞ ഒന്നും കൂടി ഉറപ്പെടുത്താണ്, ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റണം ഈ സൂറത്ത്. ഇസാസലൊക്കെ ഒരുപാട് കഷ്ടപ്പെടുന്ന ആളുകളുണ്ട്, എനിക്കറിയാം. അങ്ങനെ നോക്കിയാൽ തന്നെ കാണുന്ന ആളുകളുണ്ട്. ഇന്നലെ ഒരാൾ വന്നിട്ട് വളരെ വിഷമിച്ച് മോളെ കെട്ടിക്കുന്ന കാര്യം പറഞ്ഞു, കരഞ്ഞു. അള്ളഹാനോട് ദ്വാരക്കല്ലാതെ നമ്മൾ ബർക്കത്തിന് എന്തെങ്കിലുമൊക്കെ ഒന്ന് അയിമക്കൂടി ഒന്ന് ഉണ്ടാവട്ടെ എന്ന് ദ്വാരന്നിട്ട് എടുത്തു കൊടുക്കും. പിന്നെ അള്ളഹാനോട് പറയും. ആ സുഹൃത്ത് റൂമിൽ നിന്ന് പോയപ്പോ ഞാൻ അള്ളഹാനോട് ദ്വാരുന്നു, അള്ളാഹുവേ എന്റെ അടുത്തുള്ള ചെറിയ ഒന്ന് ഞാൻ കൊടുത്തു, അയിമക്കൂടി ഇനി വാക്കുകളൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. ആ സുഹൃത്ത് ഇവിടെ ഉണ്ട്, എല്ലാവരും ഒരു ആമീൻ പറയും. അള്ളാഹു താല അദ്ദേഹത്തിന് അതിന്റെ വഴികളൊക്കെ തുറന്നു കൊടുക്കട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ്. ഇന്ന് ഇസ്മായിൽ എന്ന ആ കാണുന്ന സുഹൃത്തിന്റെ ഉമ്മാന്റെ പേരിലാണ് ചായം കഴി അല്ലേ? അല്ലെ? ഇസ്മായിൽ എന്നല്ല പേര്. നിങ്ങളെ ഉമ്മാന്റെ പേരിലല്ലേ? അവരെ ഉമ്മ ഖബറിലാണ്. അപ്പൊ അവരാണ് ചായം കഴി. അള്ളാഹു താല അവരെ ഉമ്മാക്ക് ഖബറ് സന്തോഷമായി കൊടുക്കട്ടെ. അദ്ദേഹം ഒരു കട തുടങ്ങുന്നുണ്ട്. ഉദ്ഘാടനത്തിന് എന്നെ വിളിച്ചിന്. എന്റെ റൂമിലൊന്ന് വിളിച്ചപ്പോ ഞാനൊന്ന് ആന്ന് പറഞ്ഞു. പിന്നെ ഞാൻ മെല്ലെ നമ്മളെ മുഅദ്ദിന് സ്വാധീനം ചെലുത്തിയിട്ട്, കാരണം എന്താ വെച്ചാല് ഇന്നലെ ഞാൻ കർണാടകയിലാണ് പരിപാടി. ഇപ്പൊ സുബൈക്കാണ് എത്തിയത്. ഇന്ന് കാസർഗോഡ് പോണം. അപ്പൊ നിങ്ങള് ചിന്തിക്കും, ഇന്നലെ ഇന്നും കൂടി പരിപാടി അടുത്തടുത്താണ്, എനിക്ക് അവിടെ നിന്നാ മതി. ലോഡ്ജ് ആണെങ്കിൽ ലോഡ്ജ് ഉണ്ടാവും, വീടാണെങ്കിൽ വീടുണ്ടാവും. ഞാൻ ഈ 370 കിലോമീറ്റർ താണ്ടി ഇവിടെ വന്ന എന്തിനാരോ ഈ ഇരുത്താനാണ്. ഇനി 360 കിലോമീറ്റർ അങ്ങോട്ട് എനിക്ക് പോണം. 360 കിലോമീറ്റർ ഓടി വന്നത് നിങ്ങളെ മുമ്പിൽ ഇങ്ങനെ ഒന്ന് ഇരിക്കാനാണ്. അപ്പൊ ഈ ഇരുത്തത്തിന് ക്ലാസ്സിന് ഞാൻ കൊടുത്തൊരു വില നിങ്ങൾ കൊടുക്കൂലേ? നിങ്ങളിപ്പോ ഏതായാലും 360 കിലോമീറ്റർ അപ്പുറം വരൂലല്ലോ, അതുണ്ടാവൂല ഉറപ്പാണ്. ഞാൻ ഈ ക്ലാസ്സിന് വന്നത് 360 കിലോമീറ്റർ യാത്ര ചെയ്തിട്ടാ. നിങ്ങൾക്ക് ഇന്ന് അതൊക്കെ യാത്ര ചെയ്തിട്ട് വേണം ആണ്ടുപോകാൻ. ഇപ്പൊ പോവില്ല, ഞാൻ ഉച്ചന് ശേഷം പോകും. കാരണം എനിക്ക് ഇത് ഭയങ്കര സംഭവം. ഇതൊന്നും ഇതൊക്കെ അങ്ങനെ വലിയൊരു ആൾക്കൂട്ടമൊന്നുമല്ലല്ലോ ഇപ്പൊ ഇത്. പക്ഷെ ഈ സമയം, ഈ സ്ഥലം, ഈ ഇരുത്തം, ഖുർആന്, അത് ഭാവിക്ക് വലിയൊരു പ്രതീക്ഷയാണ്. അല്ല അപ്പൊ നിങ്ങളിത് കഴിഞ്ഞിട്ട് കൈമടക്കാൻ നിന്നിട്ടൊന്നുമല്ലല്ലോ. അള്ളാന്നാണ് വിളിച്ചാൽ ഇപ്പൊ അള്ളാണ് കേൾക്കും. കാരണം സുബഹിസ്കരി ജമാഅത്ത് ഞാൻ തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു താല നമ്മള് വെറുതെ ആക്കൂല. അള്ളാഹു താല സ്വീകരിക്കട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ്
അദ്ദേഹത്തിന്റെ ഉമ്മാക്ക് അള്ളാഹു ഖബർ സന്തോഷമായി കൊടുക്കട്ടെ. അദ്ദേഹത്തിന് എന്റെ പ്രതിനിധി മതി എന്ന് മനസ്സുകൊണ്ട് അങ്ങനെ ഉണ്ടല്ലോ, നിങ്ങൾ വരണ്ട, മൂപ്പര് വന്നാ മതി എന്ന് അള്ളാഹു തആല നല്ല രീതിയിൽ തോന്നിപ്പിക്കട്ടെ. എന്റെ നിങ്ങൾ ആമീൻ പറയാത്തത് 2-3 കാര്യം. ഒന്ന്, ഒരു സ്ഥലത്തേക്ക് പോയാൽ പിന്നെ എല്ലായിടത്തും പോയിക്കൊണ്ടിരിക്കേണ്ടി വരും. ഞാനേ ഉദ്ഘാടനം, കുറ്റിയടിക്കല്, അതുപോലെ തന്നെ കട്ടിലൊക്കല്, ഇനി കല്യാണം, ഇതിനൊന്നും അങ്ങനെ പോവാത്ത ആളാണ്. അങ്ങനെ പോവാത്ത ആൾ മടിയാണ്, എന്താ അറിയില്ല. പക്ഷെ നിർബന്ധിച്ചാ പോവാ, അത്രേ ഉള്ളൂ. അപ്പൊ കണ്ടറിഞ്ഞിട്ട് ആരെങ്കിലും ഒക്കെ ഒഴിവാക്കി തന്ന അത്രയും ഹൈറ്. നിങ്ങളാരും നിർബന്ധിച്ചാൻ വരും കേട്ടോ, നിങ്ങളാരും നിർബന്ധിച്ചാൻ വരും, അതിന് സംശയമൊന്നുമില്ല. പക്ഷെ അതിനൊക്കെ എന്തൊക്കെ ഒരു മടിയുള്ള ഒരാളാണ്, എന്താ അള്ളാഹു എനിക്ക് അറിഞ്ഞൂടാ. ഏതായാലും അള്ളാഹു താല അദ്ദേഹത്തിന്റെ കട ആ തുടങ്ങുന്ന പദ്ധതി അള്ളാഹു വിജയിപ്പിച്ചു കൊടുക്കട്ടെ. അവിടെ വന്നപ്പോ ദ്വാരക്കാനല്ല ഉള്ളത്, ഇവിടെ തന്നെയാണ് ദ്വാരക്കാൻ കഴിഞ്ഞല്ലോ. ഒന്നും കൂടി ആമീൻ പറയും. ആ പദ്ധതി അള്ളാഹു താല വിജയിപ്പിച്ചു കൊടുക്കട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ്. അള്ളാഹു അവരുടെ നമ്മുടെയൊക്കെ മാതാപിതാക്കളുടെ ബർസഖി ജീവിതം സന്തോഷത്തിലായി കൊടുക്കട്ടെ. ഈ ചോദ്യം മറക്കണ്ട. മൻ ഖുൽ അറഅയ്തും ഇൻ അസ്ബഹ മാഉകും ഗൗറാ ഫമൻ യഅതീകും ബിമാഇൻ മഈ. നിങ്ങൾ കുടിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം ഉറവ നമ്മൾ അങ്ങോട്ട് ബ്ലോക്ക് ചെയ്താൽ ആരാണ് നിങ്ങൾക്ക് ദാഹശമനത്തിന് വെള്ളം ഇറക്കി തരിക? അള്ളാഹു നീയല്ലാതെ ഇറക്കി തരാല്ല. ഞങ്ങളെ കാര്യം നീ ഏറ്റെടുത്ത് നീ ചെയ്ത് പൂർത്തിയാക്കി തരണേ അല്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അല്ലാഹുവേ, കുടിവെള്ളവും ഓക്സിജനും അന്നവും ജീവിതത്തിന്റെ ഉപാധികളും മാധ്യമങ്ങളും ഘടകങ്ങളും നീയല്ലാതെ ഒരുക്കി തരുന്നവനില്ല. നിന്റെ കയ്യിലാണ് എല്ലാം ഉള്ളത്. ഞങ്ങൾക്ക് നീ ഒന്നും ബ്ലോക്കാക്കല്ല റബ്ബേ, ഒന്നും ബന്ധാക്കല്ല റബ്ബേ. ഞങ്ങൾക്ക് ജീവിതത്തിൽ അന്നം മുട്ടുന്ന അവസ്ഥ നൽകല്ല അല്ലാ, അത്താഴം മുട്ടുന്ന അവസ്ഥ നൽകല്ല അല്ലാ. ബേജാറും പരിഭ്രാന്തിയും ഭീതിയും അല്ലാഹുവേ അശാന്തിയും നൽകല്ലേ തമ്പുരാനേ. അർഹമർ റഹീമീനായ അല്ലാഹ്, പാവങ്ങളായ ഞങ്ങൾ സുബഹിക്ക് നിസ്കാരാനന്തരം നിന്റെ ഖുർആനിന്റെ ഒരായത്തോതി ഇരുന്ന് ചിന്തിക്കുന്നതും പറയുന്നതും ഞങ്ങൾക്ക് സ്വർഗം സ്വന്തമാക്കാനുള്ള സൗഭാഗ്യമായി സ്വീകരിക്കണേ അല്ലാഹ്. അടിയങ്ങൾ ഈ സമയത്ത് നിന്നോട് ചോദിക്കുന്ന യാചന നീ തട്ടിക്കളയല്ലേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞ് ഖബറുകളിൽ കിടക്കുന്ന മാതാപിതാക്കളുണ്ട്, ഗുരുനാഥന്മാരുണ്ട്, ഉറ്റവരുണ്ട്, ഉടയവരുണ്ട്, കുടുംബക്കാരുണ്ട്, കൂടെ പഠിച്ചവരുണ്ട്, ഞങ്ങളെ പഠിപ്പിച്ചവരുണ്ട്, ഞങ്ങളിൽ നിന്ന് പഠിച്ചവരുമുണ്ട് റബ്ബേ. കാണുമ്പോൾ ചിരിച്ച പലരും ഇന്ന് മയ്യിത്തായി ഖബറിൽ കിടക്കുകയാണ് അല്ലാഹ്. ഈ സദസ്സിലേക്ക് ചായയും പലഹാരവും നൽകുന്ന പ്രിയപ്പെട്ട ഇസ്മായിൽ എന്ന സുഹൃത്തിന്റെ ഉമ്മയടക്കം അല്ലാഹുവേ, ഈ പള്ളിയുടെ ചുറ്റുഭാഗത്ത് കിടക്കുന്ന മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തടക്കം എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. ഖബർ സന്തോഷമാക്കി കൊടുക്കണേ അല്ലാഹ്. പ്രഭാപൂരിതമാക്കി കൊടുക്കണേ അല്ലാഹ്. പ്രവിശാലമാക്കി കൊടുക്കണേ അല്ലാഹ്. അദ്ദേഹം തുടങ്ങാനിരിക്കുന്ന പദ്ധതി നീ വിജയിപ്പിക്കണേ അല്ലാഹ്. മറ്റ് കച്ചവടക്കാരുണ്ട്, അവർക്ക് ഹൈറും ബർക്കത്തും നൽകണേ അല്ലാഹ്. ഞങ്ങളുമായി ബന്ധപ്പെട്ട പലരും ചിലതൊക്കെ തുടങ്ങിയിട്ടുണ്ട്, ഹൈറായ വഴികളൊക്കെ തുറന്നു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ബിസിനസ്സുകാർക്ക് ബിസിനസ്സിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്. കൂലിപ്പണിയെടുത്ത് കുടുംബത്തെ പോറ്റുന്ന പാവങ്ങളുണ്ട്, വിയർപ്പിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്. അധ്വാനത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്. അധ്യാപകന്മാരെ പഠിതാക്കള് ഹൈറും ബർക്കത്തും നൽകണേ അല്ലാഹ്. ഉദ്യോഗസ്ഥന്മാരെ അല്ലാഹുവേ നീ അംഗീകരിച്ചുകൊണ്ട് സലാമത്തിന്റെ വഴികൾ തുറന്നു കൊടുക്കണേ അല്ലാഹ്. യാത്രക്കാർക്ക് സുരക്ഷിതത്വം നൽകണേ അല്ലാഹ്. മക്കളെ പോറ്റാൻ ഗൾഫിൽ പണിയെടുക്കുന്ന ആളുകൾ പ്രവാസികൾ പാവങ്ങളാണ് അല്ലാഹുവേ. സകല പ്രയാസങ്ങളും ഒഴിവാക്കി കൊടുക്കണേ അല്ലാഹ്. രോഗികൾക്ക് ശമനം നൽകണേ അല്ലാഹ്. അസ്വസ്ഥതകൾ നീക്കി കൊടുക്കണേ അല്ലാഹ്. പ്രയാസങ്ങൾ ഒഴിവാക്കി തരണേ അല്ലാഹ്. ക്ലേശങ്ങൾ നീക്കി തരണേ അല്ലാഹ്. കടങ്ങൾ വീട്ടി തരണേ അല്ലാഹ്. മനസ്സമാധാനം നൽകണേ അല്ലാഹ്. ശാന്തി, സമാധാനം, സാന്ത്വനം, ആശ്വാസം നൽകണേ അല്ലാഹ്. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നിന്റെ പ്രീതി ഓർത്ത് ക്ഷമിച്ചിരിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്.
സഹിക്കാൻ കഴിയാത്ത പ്രതിസന്ധിയോ പരാജയോ പരീക്ഷണോ രോഗങ്ങളോ ഞങ്ങൾക്ക് തന്ന് ഞങ്ങളെ ഈമാന് പരിശോധിക്കല്ല അല്ലാ. ബലഹീനരാണ്, ഞങ്ങളെ സലാമത്താക്കണേ അല്ലാ. റബ്ബേ, ഇസ്രായേലിന്റെ മുന്നേറ്റം നീ തടയണേ അല്ലാ. ഫലസ്തീനിൽ രോദനം നൽകണേ അല്ലാ. ആ രോദനത്തിന് പരിഹാരം നൽകണേ അല്ലാ. ആ രോദനം നീ കേൾക്കണേ അല്ലാ. നെഞ്ഞു പൊട്ടുന്ന രംഗങ്ങളാണ്. ഇസ്രായേലിന്റെ ചതികൾ അവർക്കെതിരെ തിരിച്ചു വിടണേ അല്ലാ. അവർ കുഴിച്ച കുഴിയിൽ അവരെ നീ പെടുത്തണേ അല്ലാ. രോഗാണുക്കൾ പടർന്ന് പന്തലിക്കുകയാണ്, വകഭേദങ്ങൾ ഭീഷണി മുഴക്കുകയാണ്. എല്ലാ വൈറസുകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും രോഗാണുക്കളിൽ നിന്നും പെടുന്നനെയുള്ള മരണങ്ങൾ അധികരിച്ചു കൊണ്ടിരിക്കുകയാണ്. പെടുന്നനെയുള്ള മരണങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നും പാവങ്ങളായ അടിയങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ. اللهم انصر أمة سيدنا محمد وارحم أمة سيدنا محمد تجاوز عن أمة سيدنا محمد اجعلنا من خيار أمته ومن محبيه يا رب العالمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير الخلق سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. السلام عليكم ورحمة الله.